എ ബി എന്നിവ 4:5 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ വർഗ വ്യത്യാസം 81 ആയാൽ എയുടെ വില കാണുക. അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകൾ എ ബി, ഇവ തമ്മിലുള്ള റേഷ്യോ 4:5 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സംഖ്യകൾ എങ്ങനെ എടുക്കാം? റേഷ്യോ 4:5 ആണെങ്കിൽ സംഖ്യകൾ 4x 5x, റേഷ്യോ 4:5 ആണ്. അപ്പോൾ സംഖ്യകൾ 4x 5x എടുക്കാം. അപ്പോൾ ആദ്യത്തെ സംഖ്യ a സമം 4x, b സമം രണ്ടാമത്തെ സംഖ്യ 5x. ഇനി എന്ത് പറയുന്നുണ്ട്? ഇവയുടെ വർഗ വ്യത്യാസം, അതായത് ഈ സംഖ്യകളുടെ സ്ക്വയർ കണ്ട് കുറച്ചാൽ, വർഗ വ്യത്യാസം പറഞ്ഞാൽ രണ്ട് സംഖ്യകളുടെയും സ്ക്വയർ കണ്ട് കുറയ്ക്കുക. അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ ഇത് രണ്ടെണ്ണമാണ്. അപ്പോൾ ഇതിലത്തെ വലുത് ഇതാണല്ലോ, 4x 5x വലുതാണ്. അപ്പോൾ നമ്മൾ വലിയ സംഖ്യയുടെ സ്ക്വയറിൽ നിന്ന് ചെറിയ സംഖ്യയുടെ സ്ക്വയർ കുറയ്ക്കുക. അപ്പോൾ 5x ഹോൾ സ്ക്വയർ മൈനസ് 4x ഹോൾ സ്ക്വയർ സമം വർഗ വ്യത്യാസം എത്ര? 81. 5x ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ 5-ൻ്റെയും x-ൻ്റെയും സ്ക്വയർ എടുക്കണം. 5x ഹോൾ സ്ക്വയർ 5-ൻ്റെയും x-ൻ്റെയും സ്ക്വയർ, അപ്പോൾ 25x സ്ക്വയർ വരും. മൈനസ് 4x ഹോൾ സ്ക്വയറോ 16x സ്ക്വയർ സമം 81. 25x സ്ക്വയറിൽ നിന്ന് 16x സ്ക്വയർ വെച്ചാൽ 9x സ്ക്വയർ സമം 81. ഇതൊന്ന് എക്സ് സ്ക്വയർ കാണുമ്പോൾ ഇൻറ്റു 9 വലത്തോട്ട് എടുക്കുമ്പോൾ ഹരിക്കണം 9. അപ്പോൾ എക്സ് സ്ക്വയർ സമം 81/9, 9 81. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ സമം 9. എക്സ് സ്ക്വയർ സമം 9 ആണെങ്കിൽ എക്സ് എങ്ങനെയാ? റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. 9 റൂട്ട് 3. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി 3. ചോദ്യം എന്താ? എയുടെ വില. എ നമ്മൾ എന്താ എടുത്തിരുന്നത്? 4x ആണ്. അതിൽ വില കൊടുക്കുക. എ എന്ന് പറയുന്നത് 4x ആണ്. 4 × എക്സിൻ്റെ വില 3. 4 3 ഉത്തരം 12.